ദിനോസർ സിനിമ സീരീസിലെ മറ്റൊരു സിനിമയെ വരാൻ പോകുന്നുണ്ട്. അതായത് ജുറാസിക് പാർക്ക് അതുപോലെയുള്ള കാറ്റഗറിയിലുള്ള സിനിമകൾ. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അതായത് ഭൂമിയുടെ ആധിപത്യം ഇന്നും മനുഷ്യർക്കുള്ളതുപോലെ ആയിരുന്നു ഒരു കാലത്ത് ദിനോസറുകൾക്ക്. അവരാണ് ഭൂമി അടക്കി ഭരിച്ചിരുന്നത്. മനുഷ്യരുടെ പൂർവിക ജീവികൾ പോലും പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള മീസോസോയിക് യുഗത്തിലായിരുന്നു ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിന് ശേഷം ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി. ഏകദേശം 6 കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൂട്ടവംശത്തിലാണ് ദിനോസറുകൾ അപ്രത്യക്ഷ ആയതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ദിനോസറുകളെ കുറിച്ചുള്ള കഥ നമ്മളോട് പറഞ്ഞത് ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ്. ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലായി 3 ചിത്രങ്ങൾ വീതമാണ് പല കാലങ്ങളിലായി റിലീസ് ചെയ്തത്. അപ്പൊ ഇപ്പോഴിതാ ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രം ജുറാസിക് വേൾഡ് റീബർത്ത് പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഡൊമിനിയനിലെ സംഭവങ്ങൾ നടന്നതിന് 5 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള സമയമാണ് പുതിയ ചിത്രത്തിലെ കാലഘട്ടം. ഇതിന്റെ ഏകദേശം 2.5 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. വൻ പ്രതീക്ഷ നൽകുന്നതാണ് ട്രെയിലർ. ഗോഡ്സില 2014 വന്ന ഗോഡ്സില അടക്കമുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഗാരത്ത് എൻഡ്വേഴ്സ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. സ്കാർലറ്റ് ജൊഹാൻസൺ, മെഹർഷാല അലി, ജൊനാഥൻ, ലൂണ ബേസ് തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കിട്ടുന്ന വിവരം വെച്ചിട്ട് ഈ വർഷം ജൂലൈ 2-നാണ് ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആളുകൾ വൻ ആകാംക്ഷയോടാണ് ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത്. അതിന് കാരണം വൻ പ്രതീക്ഷയാണ് ട്രെയിലർ പ്രേക്ഷകർക്ക് നൽകുന്നത്. സ്റ്റീഫൻ സ്പിൽബർഗാണ് ദിനോസറുകളെ ആദ്യമായി കൗതുകത്തോടെ പുറംലോകത്തേക്ക് സിനിമകളിലൂടെ എത്തിച്ചത്. അത് 1993-ലായിരുന്നു. ആ സമയത്താണ് സ്റ്റീഫൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്ക് എന്ന സിനിമ പുറത്തിറങ്ങിയത്. ദിനോസറുകളുടെ ഭീമാകാരമായ ആനിമേറ്റഡ് രൂപം ആദ്യമായി സ്ക്രീനിൽ കാണുന്ന ആരും ഒന്ന് ഭയന്നു പോകും. ദിനോസറുകൾ വലിയ രൂപവും ചുവന്ന കണ്ണുകളും കൂർത്ത പല്ലുകളും നമ്മൾ വിസ്മയത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് ആ സിനിമയിൽ. അതുകൂടാതെ അതിന്റെ സൗണ്ട് എഫക്റ്റ്, അകലെ നിന്ന് ദിനോസറുകൾ വരുമ്പോൾ ആ കാല് വെക്കുന്ന ആ സൗണ്ട് ഒക്കെ നമുക്ക് ബാക്കിൽ നിന്ന് സൗണ്ട് സ്പീക്കറായിട്ട് വരുമ്പോൾ അത് നല്ലൊരു ദൃശ്യാനുഭവം ആയിരുന്നു. അപ്പൊ കൗതുകം ഉളവാക്കുന്ന ആ ജീവിവർഗത്തെ കുറിച്ച് അറിയാൻ ഗവേഷകർ തമ്മിൽ എന്നും ഒരു കടുത്ത മത്സരമായിരുന്നു. നൂറ്റാണ്ടുകളായി അവയുടെ ഉത്ഭവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും അനവധി പഠനങ്ങളാണ് ഇപ്പോഴും നടന്നു വരുന്നത്. 1990-ൽ മൈക്കൽ ക്രിക്ടൺ എഴുതിയ ജുറാസിക് പാർക്ക് എന്ന നോവലാണ് ഈ സിനിമയ്ക്ക് ആധാരമായത്. 1993-ൽ വാഷിംഗ്ടണിലെ അപ് ഡൗൺ തിയേറ്ററിലാണ് ചിത്രം ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. സ്പിൽബർഗിന്റെ തന്നെ E.T. എന്ന ചിത്രത്തെ കടത്തിവെട്ടിയായിരുന്നു ജുറാസിക് പാർക്കിന്റെ കളക്ഷൻ. അതായത് $914 മില്യൺ ആയിരുന്നു ചിത്രത്തിൽ അന്ന് ലഭിച്ചത്. 1997 ദി ലോസ്റ്റ് വേൾഡ് ജുറാസിക് പാർക്ക്, 2001 ജുറാസിക് പാർക്ക് 3, 2015 ജുറാസിക് വേൾഡ്, 2018 ജുറാസിക് ഫാലൻ കിങ്ഡം, 2022 ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്നിങ്ങനെ 5 ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിലും 1-ാം ഭാഗത്തിന്റെ തട്ട് താണ് തന്നെ ഇരിക്കുന്നു ഇന്നും. ഇതിനെ കടത്തിവെട്ടുമോ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണണം. അപ്പൊ നമുക്കത് കാത്തിരിക്കാം.